ഇന്ത്യയുടെ അടുത്ത പരമ്പര എത്തിയിരിക്കുകയാണ്. ഇനി ഇന്ത്യയുടെ T20 സീരീസ് ബംഗ്ലാദേശുമായിട്ടാണ്. അടുത്ത മാസമാണ് കളികൾ ആരംഭിക്കുന്നത്. അതുവരെ ഇന്ത്യക്ക് റെസ്റ്റാണ്. ടെസ്റ്റ് മാച്ചും T20യുമാണ് ഇന്ത്യ കളിക്കാൻ പോകുന്നത്. ഇപ്പോഴിതാ ബംഗ്ലാദേശുമായിട്ടുള്ള T20 ടീമിൽ ആരൊക്കെ ഇടം പിടിക്കുമെന്ന് ഗംഭീർ പറഞ്ഞിരിക്കുകയാണ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. T20 ടീമിൽ വീണ്ടും മാറ്റങ്ങൾ വന്നിരിക്കുകയാണ്. ഗംഭീറാണ് ഇപ്പോൾ സൂചന നൽകിയിരിക്കുന്നത്. സിംബാബ്വെ പരമ്പരയിൽ അഭിഷേക് ശർമ്മ, ഋതുരാജൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ശ്രീലങ്കൻ T20യിൽ രണ്ടുപേരെയും ഒഴിവാക്കി. ഇപ്പോഴിത് അവരെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ്. ബംഗ്ലാദേശ് T20യിൽ രണ്ടുപേരും ഉണ്ടാകുമെന്നാണ് ഗംഭീർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ സഞ്ജുവിന് വീണ്ടും അവസരം കൊടുക്കുമെന്നും ഗംഭീർ പറയുന്നു. രണ്ട് മാച്ചിൽ ഡെക്കായതുകൊണ്ട് ഒരു താരത്തെ മോശമായിട്ട് വിലയിരുത്താൻ സാധിക്കില്ല. സഞ്ജുവിന് ഇനിയും തുടർച്ചയായി അവസരങ്ങൾ നൽകുമെന്ന് തന്നെയാണ് ഗംഭീർ പറയുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശ് T20യിൽ സഞ്ജു ഉണ്ടായിരിക്കും. പതിവ് പോലെ തന്നെ സൂര്യകുമാറായിരിക്കും ഇന്ത്യയുടെ ക്യാപ്റ്റൻ. പാണ്ഡ്യയെ മുഴുവനായിട്ടും ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇനി അടുത്ത T20 വേൾഡ് കപ്പ് വരെ സൂര്യയായിരിക്കും ഇന്ത്യയുടെ T20 ക്യാപ്റ്റൻ. പാണ്ഡ്യയ്ക്ക് വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോലും നൽകില്ല. ചിലപ്പോൾ ഗില്ലിന്റെ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റൻ ആക്കാനും സാധ്യതയുണ്ട്. സഞ്ജുവിന് ഇനി സ്ഥിരമായിട്ട് T20യിൽ നിർത്താനാണ് ഗംഭീറിന്റെ പദ്ധതി. അല്ലാതെ ദ്രാവിഡിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാൻ ഗംഭീറിനെ ഒരുക്കമല്ല. ഒരു ടീമിൽ സ്ഥിരമായിട്ട് സഞ്ജുവിനെ കളിപ്പിക്കുന്നു. T20യിൽ മാത്രം ശ്രദ്ധിക്കാനാണ് ഗംഭീർ ഇപ്പോൾ സഞ്ജുവിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ബംഗ്ലാദേശ് T20യിൽ സഞ്ജു ഉറപ്പായിട്ടും ഉണ്ടാകും. സഞ്ജു മാത്രമല്ല, ശുഭ്മാൻ ഗിൽ, ജയ്സ്വാൾ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, അതുപോലെ തന്നെ ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, അക്ഷർ പട്ടേൽ തുടങ്ങിയ താരങ്ങളും സ്ക്വാഡിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബംഗ്ലാദേശ് T20ക്ക് വേണ്ടി കാത്തിരിക്കാം. അവിടെ സഞ്ജുവിന്റെ ഒരു വെടിക്കെട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.